ഹലോ എവ്രിബാഡി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളുടെ മാവേലി വന്നു കഴിഞ്ഞു കേട്ടോ. ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് എൻ്റെ സിസ്റ്റർ വന്നിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കളർഫുള്ളായിരുന്നു ഓണം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു എല്ലാവരും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ തവണത്തെ ഓണം എന്ന് പറഞ്ഞാൽ കുറച്ച് മെമ്മറബിൾ ആവാൻ ചാൻസ് ഉണ്ട് ഹോപ്പ്ഫുള്ളി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെയും നല്ല രീതിയിലായിരുന്നു ആഘോഷിച്ചത്. എന്താ പറയുക, വീട്ടിൽ കുറച്ച് പേരുണ്ടെങ്കിലും ആ ഒരു ഹാപ്പിനെസ് നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ ഫുൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അതേപോലെ വർക്ക് പ്ലേസിലും അതേപോലെ തന്നെ അടിച്ചു പൊളിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും ആ ഒരു ഹാപ്പിനെസ് ഒക്കെ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഫുഡിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇല്ല, കുറച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. എനിക്ക് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, ഉള്ളത് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചിക്കറി ഓൾമോസ്റ്റ് ഇല്ല, ഞങ്ങളിവിടെ ഇഞ്ചിക്കറിയിൽ മധുരം യൂസ് ചെയ്യാറില്ല. ചിലവർ മധുരം വെച്ചിട്ടാണ് ഇഞ്ചിക്കറി ഒക്കെ വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, കുറച്ച് എരിവ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂട്ടാൻ നടക്കുന്നു, ഒരു സൈഡിൽ അവിയൽ നടക്കുന്നു. അതേപോലെ തന്നെ പുളിശ്ശേരി, എരിശ്ശേരി, പിന്നെ എന്താണ് പറയുക, വെള്ളരി കിച്ചടി എല്ലാം, ബീട്രൂട്ട് പച്ചടി, പിന്നെ പാവയ്ക്ക പച്ചടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു. ഓണത്തിനല്ലേ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇയറിലും മസ്റ്റായിട്ട് ഫുഡ് നല്ല രീതിയിൽ തന്നെ വെക്കാറാണ് പതിവ് കേട്ടോ. ആ ഒരു ട്രഡീഷണൽ ഫുഡൊക്കെ നമുക്ക് ആ സമയത്താണല്ലോ കിട്ടുന്നത്. അല്ലാത്ത സമയത്ത് വീട്ടിൽ വെക്കും. എന്നാലും ഈ ഇത്രയും ഒരുമിച്ചുള്ള കറികൾ മൊത്തത്തോടെ കഴിക്കുന്നത് ഓണത്തിന് മാത്രമേ. ഓണം എന്ന് പറയുന്നത് എന്താ പറയുക, വിത്തൗട്ട് റിലീജിയൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ്. അത് നമ്മൾ മിസ്സാക്കാറേ ഇല്ല എന്തിരുന്നാലും. പിന്നെ ഈ തവണത്തെ ഓണത്തിൻ്റെ സ്പെഷ്യാലിറ്റി നബിദിനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓണം തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ നബിദിനം നമുക്ക് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല, നമുക്ക് പ്രെയറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊരു സൈഡിൽ ഇതൊരു സൈഡിൽ അങ്ങനെ നമ്മളെല്ലാം അടിച്ചു പൊളിച്ചു. പിന്നെ എപ്പോഴും സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള മന്താണ്. ബിക്കോസ് ഒന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ നടന്ന ഒരു മന്താണ് സെപ്റ്റംബർ. അതുകൊണ്ട് തന്നെ ഭയങ്കര മെമ്മറബിളാണ് എനിക്കെപ്പോഴും ഇഷ്ടമുള്ളതാണ്. എൻ്റെ ഫേവറേറ്റ് മന്ത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഓണം വരുന്നൊരു സമയം സെപ്റ്റംബർ ഓഗസ്റ്റ് ആണല്ലോ. അപ്പോൾ ചില സമയത്ത് സെപ്റ്റംബർ, ചില സമയത്ത് ഓഗസ്റ്റ്, അങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു മാസമായിരിക്കും. അത് എന്നിരുന്നാലും എൻ്റെ ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്. കുറേ ഇൻസിഡൻസ് ഉണ്ടാവുള്ളൂ. തന്നെ കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്, ട്രഡീഷണൽ വെയർ ഒക്കെ ഇട്ടുണ്ട്. അതേപോലെ ഇസു ബേബീനെ ഞാൻ നല്ലപോലെ മെനക്കെട്ട് ഒരുക്കി അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ട്. ആൾ ഒരു രക്ഷയില്ലായിരുന്നു. കോപ്പറേറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ കോപ്പറേറ്റ് ചെയ്ത് തന്നാ കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഓർത്തു വേഷം ഇട്ടിട്ട് കഴിക്കണോ അതോ ഫോട്ടോ എടുത്തിട്ട് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഇനി ഞങ്ങൾ ആദ്യം പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കഴിക്കാൻ വന്നത്. ബിക്കോസ് അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുകയാണ്. സോ ഫുഡെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഓണസദ്യനെ പറ്റി ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ബിക്കോസ് ഞാൻ ആദ്യം വന്നപ്പോൾ ചെയ്തപ്പോൾ എൻ്റെ ഡ്രസ്സിൽ അവൻ അഴുക്കാക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഓർത്തു എന്നാൽ ചേഞ്ച് ചെയ്തിട്ട് സമാധാനത്തോടെ വന്നിരുന്ന് കഴിക്കാമല്ലോ എന്ന്. അല്ലെങ്കിൽ പിന്നെ പണിയാണ്. അവന് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് വിജയിക്കുക എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും തോക്കാറാണ് പതിവ്. പിന്നെ ലാസ്റ്റ് മമ്മയാണ് പിന്നെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുമ്പോൾ അവൻ എപ്പോഴും കഴിക്കാറില്ല പൊതുവേ. പക്ഷേ ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് അവൻ്റെ മൂഡ് ശരിയല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല, അവൻ തുപ്പിക്കളയും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊരു പാടായിരിക്കുന്നത്. ഓഫ് കോഴ്സ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിള്ളേരെന്ന് പറയുന്നത് കഴിക്കാമെന്ന് പറയുന്നത് നമുക്ക് പറ്റത്തില്ല. പക്ഷേ വേണ്ടാത്തതെല്ലാം അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഈ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യം, പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ പൊതുവേ കൊടുക്കാറില്ല. പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരത്തിൻ്റെ എന്തുണ്ടെങ്കിലും ഇസു ബേബിയുടെ ഫേവറേറ്റ് ആണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ കൊടുത്ത് അവന് കഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇലയൊക്കെ കണ്ടില്ലേ, ഫുള്ളി ക്ലീൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പായസം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് പതിവ്. എനിക്ക് പൊതുവേ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു വെറൈറ്റി പിടിച്ചാട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് സീൻസൊക്കെ ആട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് മൈ വീഡിയോയിൽ കുറേയൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്ലീസ് ഫോർഗീവ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.